ഇടുക്കി ദേവികുളം താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തി. മൂന്നാർ, മാങ്കുളം, ആനവിരട്ടി വില്ലേജുകളിലാണ് സംഘം എത്തിയത്. NDRF ഇൻസ്പെക്ടർ പ്രശാന്ത് ജി ചീനാത്തിന്റെ നേതൃത്വത്തിൽ സംഘം വിവിധയിടങ്ങളിൽ സ്ഥിതി വിലയിരുത്തി. കാലവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ ഏതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ദേവികുളം താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തിയത്. മൂന്നാർ, മാങ്കുളം, ആനവിരട്ടി വില്ലേജുകളിലാണ് സംഘം എത്തിയത്. NDRF ഇൻസ്പെക്ടർ പ്രശാന്ത് ജി ചിന്നാത്തിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം ദേവികുളം തഹസിൽദാറുമായി കൂടിക്കാഴ്ച നടത്തി. തഹസിൽദാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവരോടൊപ്പം വിവിധ മേഖലകൾ സേനാംഗങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മൂന്നാർ വില്ലേജിലെ അന്തോണിയാർ നഗർ, 26 മുറി, MG നഗർ, ലക്ഷം നഗർ, മൂന്നാർ ഗ്യാപ്പ് റോഡ്, മാങ്കുളം വില്ലേജിലെ ആനക്കുളം, പെരുമ്പങ്കൂത്ത്, 6 മൈൽ, താളുങ്കണ്ടം, മാങ്കുളം KCB ജലവൈദ്യുതി പദ്ധതി, ആനവിരട്ടിയിലെ ദേശീയപാത, കോട്ടപ്പാറ നഗർ എന്നീ പ്രദേശങ്ങളിൽ സംഘം പരിശോധന നടത്തി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനായി 33 അംഗ ദേശീയ ദുരന്ത നിവാരണ സേന കഴിഞ്ഞ മാസം ഇടുക്കി ജില്ലയിലെത്തിയിരുന്നു. വെള്ളപ്പാറയിലെ വനംവകുപ്പിന്റെ ഡോർമെട്രിയാണ് NDRF ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. പ്രളയം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങി ഏതു പ്രതിസന്ധിയിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പരിശീലനം നേടിയവരാണ് സേനാംഗങ്ങൾ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.